വഖഫ് നിയമത്തിന് പിന്നാലെ വഖഫ് നിയമം അമെൻമെന്റ് പാസ്സായതോടുകൂടി ബംഗാളിൽ കലാപം നടക്കുന്നു. മുർഷിദാബാദിൽ 3 പേർ കൊല്ലപ്പെടുന്നു. തൊട്ട് പിന്നാലെ ഉണ്ടായത് കലാപം ഉണ്ടായി. കലാപത്തിനെ നിയന്ത്രിക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു. കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. BSF വരെ വന്നാണ് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നത്. തൊട്ട് പിന്നാലെ ഇപ്പോൾ മുഹമ്മദ് യൂനിസ്, ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക ചുമതലക്കാരൻ, പറഞ്ഞിരിക്കുന്നത് മുർഷിദാബാദിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. അവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ല, അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. വലിയ രീതിയിൽ കലാപം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രശ്നങ്ങൾ ശമിച്ചിട്ടില്ല, ആൾക്കാർ ഭയപ്പാടിലാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ബംഗ്ലാദേശിന്റെ നിലപാട്? അല്ല, യൂനസ് പറഞ്ഞത് പ്രധാനമായിട്ട് തൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളെ രക്ഷിക്കാനാണ്. ഈ പറയുന്ന മുർഷിദാബാദ് അടക്കമുള്ള ജില്ലകളുടെ സവിശേഷത നമുക്കറിയാം. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിരിക്കുന്ന ആളുകളാണ്, അനധികൃതമായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്, താനീ കൊള്ളക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കിയറിയാം. കേരളത്തിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേര് ഡാഷ് ഡാഷ്, എവിടെയാണ് വീട്, പേര് ബംഗാൾ, ബംഗാളിൽ എവിടെയാണ്, മുർഷിദാബാദ് എന്ന് പറയും. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് മുർഷിദാബാദിൽ വന്ന് അവിടെ നിന്ന് കൽക്കട്ടയിൽ വന്ന് അവിടെ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. കാരണം കേരളത്തിൽ ഒരുപാട് ഏജന്റുമാരുണ്ട് ഇവർക്ക്. കേരളത്തിൽ പഴയ CPM പല പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള പാർട്ടിയുടെ സ്വാധീനം വഴിക്ക് ബംഗാളിൽ നിന്ന് ഇവിടേക്ക് ഏജൻസി പണിക്ക് കൊണ്ടിരുന്ന ആളുകളാണ്. ഇവർ തൊഴിലിടങ്ങളിൽ ഇവർ ജോലിക്ക് ആളെ സപ്ലൈ ചെയ്യുന്നവരാണ്. അങ്ങനെ വന്നിട്ടാണല്ലോ ഇവർ കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ബംഗാളിലും പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് മമതാ ബാനർജി അടക്കം പറഞ്ഞല്ലോ, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ബംഗ്ലാദേശിൽ നിന്നാണ്, ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നൊരു കലാപം ഉണ്ടാക്കി. പക്ഷേ അവർക്ക് ആകെയുള്ള സംശയം ഇത് ആര് കൊണ്ടുവന്നു എന്നുള്ളതിലാണ് സംശയം. അതിനകത്ത് മമതാ ബാനർജിക്ക് പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്. CPM ജ്യോതി ബാസുവിൻ അടക്കമുള്ള ആളുകളാണ് ആദ്യകാലത്ത് ഇവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നത്. ഇവർക്കെല്ലാം അംഗീകാരം കൊടുത്തത് ജ്യോതി ബാസുവാണ്, ഇവർക്ക് റേഷൻ കാർഡ് കൊടുത്തത് ജ്യോതി ബാസുവാണ്, ഇവർക്ക് ഇലക്ട്രൽ ID കാർഡ് കൊടുത്തത് ജ്യോതി ബാസുവാണ്. ജ്യോതി ബാസുവിനെ പോലുള്ള ആള് തൻ്റെ ദീർഘകാലത്ത് 3 പതിറ്റാണ്ട് കാലത്ത് ബംഗാളിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ബംഗ്ലാദേശികൾ. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ജ്യോതി ബാസു ചെയ്തു വെച്ചു പോയിട്ടുള്ള പണിയാണത്. അവസാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പറമ്പായിട്ട് ബംഗാളിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദി ജ്യോതി ബാസുവാണ്. കാരണം ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഇന്നിപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്തേക്ക് വന്നവരെല്ലാം ഇന്ന് അവർ സംരക്ഷിക്കുന്ന മമതാ ബാനർജിയാണ്. പക്ഷേ ഇന്ന് മമതാ ബാനർജിയെ പോലും കൈവിടുന്ന രീതിയിൽ മുർഷിദാബാദിൽ വലിയ സമരം നടക്കുന്നു. ആ സമരം ഹിന്ദു മുസ്ലിം ക്ലാഷ് ആയിട്ട് വരുന്നു. അത് പരസ്പര സംഘർഷത്തിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അതിന് വഖഫ് ഒരു കാരണം മാത്രമാണ്, ഒരു നിമിത്തമാണ്. വഖഫ് അല്ലായിരുന്നെങ്കിലും സംഭവം ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ യൂനസിന്റെ പ്രസ്താവന ഒന്ന്, യൂനസ് ആരാണ്? അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടി. അയാൾക്ക് എങ്ങനെ നോബൽ പ്രൈസ് കിട്ടിയത്? ഈ തരത്തിൽ ഉടായിപ്പോരുടെ കൂടിയല്ലേ. ഇയാളെ പോലെ നോബൽ പ്രൈസ് വാങ്ങിച്ച ആളുകൾ നോബൽ പ്രൈസ്, മക്സസെ പുരസ്കാരങ്ങൾ അടക്കമുള്ള വിദേശപരമായിരിക്കുന്ന പല പുരസ്കാരങ്ങളും നേടുന്നത് ഈ തരത്തിൽപ്പെട്ട തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനാണ്. അവരെ പിണിയാളന്മാർക്കാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത നോബൽ പ്രൈസ് മഹാത്മാഗാന്ധിക്ക് ഇത് കിട്ടൂല. അപ്പോൾ അത് എങ്ങനെ മഹാത്മാഗാന്ധിക്ക് കിട്ടുക? മഹാത്മാഗാന്ധി തീവ്രവാദ പ്രവർത്തനത്തിന് പോയിട്ടില്ല. തീവ്രവാദ പ്രവർത്തനത്തിന് പോയിരുന്നുവെങ്കിൽ, ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനത്തിന് പോയിരുന്നെങ്കിൽ ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. ബംഗ്ലാദേശിൽ എല്ലാ പറയുന്ന സംഘർഷങ്ങൾക്കും കാരണഭൂതന്മാരിൽ ഒരാൾ യൂനസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം അയാളെങ്ങനെ പ്രസിഡന്റ് ആവണത്, അയാളെങ്ങനെ ഭരണാധികാരിയാവണത്? അയാൾക്ക് ഭരണത്തിൽ എന്താ പരിചയമുള്ളത്? അയാൾക്ക് ഒരു കലാപത്തിലൂടെ അയാൾക്ക് കലാപത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒന്നാളാണ് യൂനസ്. അങ്ങനെയുള്ള യൂനസ് കലാപകാരികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ കലാപകാരികളെ സംരക്ഷിക്കണം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. മുർഷിദാബാദിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ ബംഗ്ലാദേശികളാണെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് യൂനസ് പറയുന്നത് അവരെ സംരക്ഷിക്കണമെന്ന്. ഈ പറയുന്ന ഇയാൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്തൊക്കെ ആയ സമയത്ത്, ഇയാൾ ഭരണാധികാരി ആയ സമയത്താണല്ലോ ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായത്, കലാപം ഉണ്ടായത്. അവിടുത്തെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തത്, 10,000 ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ആ സമയത്താണല്ലോ. ഇയാൾ ആ സമയത്ത് കാമാവെന്നുള്ള ലക്ഷ്യം പറഞ്ഞില്ലല്ലോ. അവസാനം കോടതി പോലും ഇയാളോട് സംസാരിക്കേണ്ട ഒരവസ്ഥ വന്നില്ലേ? നേരത്തെ അതിനു മുമ്പുണ്ടായിരുന്ന ഹസീനയുടെ ഭരണകാലത്ത് അത്തരം സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൃഷ്ണദാസ് എന്ന് പറയുന്ന സന്യാസിയെ വരെ ജയിലിലാക്കിയിരിക്കുകയാണ്. സന്യാസിയെ വരെ, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിയെ വരെ ജയിലിലാക്കിയത് ഈ പറയുന്ന യൂനസ് ആണ്. യൂനസ് എന്ന് പറയുന്ന കടുത്ത അതിഭീകരനായിരിക്കുന്ന മതേതരത്വത്തിന് കളങ്കം ചാർത്തുന്ന തീവ്രവാദിയായിരിക്കുന്ന ആളാണ് അയാൾ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്താങ്ങുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹസീനയെ പുറത്താക്കിയിട്ട് നിമിഷങ്ങൾക്കകം തന്നെ ഇയാൾ ഭരണാധികാരത്തിലേക്ക് എത്താനുള്ള കാരണം ഇയാളുടെ തീവ്രവാദ ബന്ധമാണ്.
ഈ തീവ്രവാദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഖഫിനെതിരായിട്ട് നടക്കുന്ന സമരത്തില് മുസ്ലിങ്ങളെ സംരക്ഷിക്കും. ഇത് പറയാൻ ഇയാളാരാണ്? ഇയാൾക്ക് എന്താണ് അധികാരമുള്ളത്? ഇയാളെ പറയുന്ന തീവ്രവാദികളായിരിക്കുന്ന ആളുകളെ ആരാണ് അംഗീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. എനിക്കറിയില്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ കോൺഗ്രസ് ഇയാൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇയാൾ അംഗീകരിക്കുന്ന പ്രശ്നം വരുന്നില്ല. കാരണം ഇയാള് വഖഫിനെ എതിർത്തു എന്നുള്ളത് കൊണ്ട് വഖഫിന്റെ ഭൂമികൾ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പതിച്ചു കൊടുക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അതിനെ അംഗീകരിക്കില്ലപ്പാ. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ പറയുന്നത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ തരത്തിൽപ്പെട്ട തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന ആളുകളെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം വഖഫ് എന്താണെന്നുള്ള വിവരം കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിനറിയാം. അതിൻ്റെ ദുരിതം പേറുന്ന ആളുകൾ കേരളത്തിലടക്കമുണ്ട്, മുനമ്പത്തടക്കമുണ്ട്, എറണാകുളം ടൗണിലടക്കമുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളടക്കമുള്ള ക്രൈസ്തവരും ഹൈന്ദവ ജനവിഭാഗങ്ങളടക്കമുള്ള ആളുകൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി ചില സമ്പന്നന്മാരായിരിക്കുന്ന മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവർ ആ ഭൂമി വില കൊടുത്ത് മേടിക്കുന്നത്, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അവരാണ് പറയുന്നത് വഖഫിന്റെ ഭൂമിയാണെന്ന്. ഇതിന്റെ ഉടമസ്ഥരായ പിൽക്കാലത്ത് ചില തങ്ങളുമാർ അതിന്റെ ഉടമസ്ഥന്മാരായിട്ട് വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരിത് കൈവശം വെച്ചിരിക്കുന്നത്. ഇതിനെ എതിർക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് അനിവാര്യമാണ്. അല്ലെങ്കിൽ അവർ നാളെ ഏതിന് അവകാശം ഉന്നയിക്കുക? സുപ്രീം കോടതി അവരെയാണെന്ന് അവർക്ക് പറയാം, ഇന്ത്യയുടെ പാർലമെന്റ് അവരെയാണെന്ന് പറയാം, കേരളത്തിലെ നിയമസഭ അവരെയാണെന്ന് പറയാം, കേരളത്തിലെ ഹൈക്കോടതി അവരെയാണെന്ന് പറയാം. ഏത് സ്ഥാപനങ്ങളും വഖഫിന്റെ ആണെന്ന്, ഇത് അള്ളാവിന്റെ ആണെന്നാണ് പറയുന്ന ആളുകൾ പറയുന്നത്. അള്ളാവിന്റെ ആണെന്ന് പറയുന്ന ആരാ പറയുന്നത് അറിയാമോ? മുഹമ്മദ് നബിയുടെ നേരവകാശികളാണ് പറയുന്നത്. ആരാ നേരവകാശി? ആരാ? കേരളത്തിലെ ഏറ്റവും വലിയ നേരവകാശി എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങളാ. ഇയാളാരാ? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. ഈ പറയുന്ന 5000-ൽ പരം വരുന്ന തങ്ങളുമാരാണോ നിശ്ചയിക്കുന്നത്? ഞങ്ങൾ നബിയുടെ നേരവകാശികളാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആളുകൾ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളാണ് പറയേണ്ടതെന്ന് ഈ പറയുന്ന തങ്ങൾ പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലപ്പാ. ഇത് വല്ല കോൺഗ്രസ്സുകാരുണ്ടാവും, കോൺഗ്രസിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അവര് അവിടെ പോയിട്ട് പാണക്കാട് തങ്ങളുടെ അടുക്ക പോയിട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങിക്കാൻ പോകും. പക്ഷേ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പാണക്കാട് തങ്ങളെ അംഗീകരിക്കാൻ തയ്യാറില്ല. എന്തിന് ഇയാൾ അംഗീകരിക്കണം? ഇയാളാരാ ഇത്രടുത്ത്? പാണക്കാട് തങ്ങൾക്ക് എന്താ ഇതിനകത്ത് അധികാരമുള്ളത്? ഇത് പറയാൻ ഇയാളാരാണ്? ഇയാളും ഈ പറയുന്ന യൂനിസും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? ഇവരൊക്കെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ പറയുന്നപ്പെട്ട മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അംഗീകരിക്കുന്ന, ആശീർവദിക്കുന്ന ആളുകളെ അവരെ അംഗീകരിക്കുക എന്നുള്ള സാമാന്യന് പ്രയാസമാണ്. അത് ഇന്ത്യയിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക്, അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരേപോലെ ശത്രുതാപരമായുള്ള നിലപാടാണ്. അപ്പൊ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതിനെ എതിർക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഇന്ത്യക്കാരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിന് ഈ കാര്യത്തിൽ യൂനസിന്റെ ഔദാര്യ ഒത്താശയൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് ആവശ്യമില്ല. ഇന്ത്യയിൽ അതിശക്തമായുള്ള ഭരണകൂടമാണ് ഇവിടെ നിലവിലിരിക്കുന്നത്. ആ ഭരണകൂടം ഏത് തരത്തിലാണോ പല സ്ഥലത്തുള്ള, ഇപ്പോ ഉത്തർപ്രദേശിലടക്കം എങ്ങനെയാണ് അവിടെ തീവ്രവാദികളെ അമർച്ച ചെയ്തത്, എങ്ങനെയാണ് 370-ാം വകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതേപോലെ തന്നെ ഈ പറയുന്ന വഖഫ് നിയമത്തെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അത് മുർഷിദാബാദിലെ കലാപം ഉണ്ടാക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അതിശക്തമായ രീതിയിൽ അവരെ അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.